തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് നടന്ന CPIM അക്രമത്തിനെതിരെ BJPയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എറണാകുളം കമ്മീഷണർ ഓഫീസിലേക്കും BJP മാർച്ച് നടത്തി. ജെയ്സൺ ചാവളപ്പിൽ നമുക്കൊപ്പം. ജെയ്സൺ ചാവളപ്പിൽ കരിയോയിൽ ഒഴിച്ച് പരസ്പരം ആക്രോശവും വാഗ്വാദവും കയ്യാങ്കളിയും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത് തൃശൂരിൽ. ഇന്ന് അതിന്റെ പ്രതിഷേധ പ്രകടനം എങ്ങനെയായിരുന്നു കമ്മീഷണർ ഓഫീസിലേക്ക് തൃശൂരിലും അതുപോലെ കൊച്ചിയിലും നമ്മൾ കണ്ടത്? സുജിയ, ഇന്ന് ഏകദേശം 12 മണിയോടുകൂടിയാണ് പഴയ നടക്കാവിൽ നിന്നും BJP നേതാക്കളുടെയും പ്രവർത്തകരുടെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം കമ്മീഷൻ ഓഫീസിലേക്ക് എത്തിയത്. കമ്മീഷൻ ഓഫീസിൻ്റെ ഏകദേശം 100 അപ്പുറത്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പിന്നീട് ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിശക്തമായ രീതിയിലുള്ള ജലപീരങ്കി പ്രയോഗം നടന്നു. നിരവധി പേർക്ക് ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിനുശേഷം നടന്ന ഉദ്ഘാടന പ്രസംഗത്തിലും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും K. സുരേന്ദ്രനും കൃത്യമായ മുന്നറിയിപ്പും അതുപോലെ തന്നെ പരിഹാസവും ഈ ആരോപണങ്ങൾക്കോട് നടത്തുകയായിരുന്നു. പ്രധാനമായും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചത് ഈ പോലീസിനകത്ത് 60% BJP അനുഭാവികളാണ്, 60% നരേന്ദ്രമോദിയുടെ പോലീസാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങളെ കൈകാര്യം ചെയ്യാനാണ് ഇവിടുത്തെ പോലീസിൽ ഒരു വിഭാഗം ശ്രമിക്കുന്നത് എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്ന പോലീസ് ഇവിടെയുണ്ട് എന്ന അതിഗുരുതരമായ ഒരു ആരോപണം കൂടി ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലേക്ക് VS സുനിൽകുമാറിനെ തെരഞ്ഞെടുപ്പിന് ക്ഷണിച്ചുകൊണ്ടുള്ള വെല്ലുവിളി കൂടി K. സുരേന്ദ്രൻ നടത്തുന്നു. അങ്ങനെ ഒരു പോർവിളിയുടെ ഒരു അന്തരീക്ഷത്തിലാണ് ഈ പ്രതിഷേധ സമരം നടന്നതും ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നതും. സുജയ. ഓക്കെ, ജെയ്സൺ ചാവളപ്പിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.